ഹലോ എവരിവൺ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്ഷൻ്റെ മറ്റൊരു കൺസെപ്റ്റായിട്ടുള്ള പുട്ട് കോൾ പാരിറ്റി എന്നുള്ളതാണ്. ഇതും BSOPMൻ്റെ കീഴിൽ തന്നെ വരുന്നതാണ്. സോ ബേസിക്കലി പുട്ട് കോൾ പാരിറ്റി ജസ്റ്റ് എക്സ്പ്ലെയിൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ യൂറോപ്യൻ കോൾ ഓപ്ഷൻസ് ആൻഡ് പുട്ട് ഓപ്ഷൻസ്. എങ്ങനെയാണ് ഇതെപ്പോഴും ഈ റിലേഷൻഷിപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും സ്ട്രൈക്ക് പ്രൈസും അതേപോലെ തന്നെ എക്സ്പയറി ഡേറ്റും സെയിം ആയിരിക്കണം. ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൻ്റെ പ്രൈസ് BSOPM വഴി നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പുട്ട് ഓപ്ഷൻ്റെ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയാൽ കാണാം. കോൾ ഓപ്ഷൻ്റെ നമ്മൾ വലിയൊരു ഇക്വേഷൻ, പുട്ട് ഓപ്ഷന് വേറെ ഇക്വേഷൻ, ഇത് രണ്ടെണ്ണം സോൾവ് ചെയ്ത് അത്യാവശ്യം ടൈം എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എക്സാമിൽ ഓറിയൻറ്റേഷനിലൊക്കെ നോക്കുമ്പോൾ ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്ത് സമയം കളയേണ്ട കാര്യമില്ല. ഇതിലേതെങ്കിലും ഒരെണ്ണം കണ്ടുപിടിച്ചാൽ മതി. ഏതെങ്കിലും ഒരെണ്ണം കണ്ടുപിടിച്ചാൽ നമുക്ക് മറ്റേത് കണ്ടുപിടിക്കാം. അതിനുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനാണ് ഈ പറഞ്ഞ പുട്ട് കോൾ പാരിറ്റി എന്ന് പറയുന്നത്. ആ പുട്ട് കോൾ പാരിറ്റി ഇക്വേഷൻ ഇറ്റ് ഗോസ് ലൈക്ക് ദിസ്: C minus P is equal to S0 minus K into e raised to minus RT. ഇതാണ് ആ ഇക്വേഷൻ. ഈ ഇക്വേഷൻ നിന്ന് നമുക്ക് രണ്ട് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് C എന്നുള്ളത് നമ്മൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് P പ്ലസ് S0, അതായത് ഈ മൈനസ് P എന്ന് പറയുന്നത് ഇക്വേഷൻ അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് P ആവും, മൈനസ് K ഇൻറ്റു ഇ റൈസ് ടു മൈനസ് RT എന്നുള്ളൊരു ഇക്വേഷനും, രണ്ടാമത് P നമ്മളിവിടെ റിമെയിൻ ചെയ്ത് C അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് C ആവും. എന്നിട്ടൊരു മൈനസ് ഉണ്ടല്ലോ, ഈ -1 കൂടി നമ്മൾ ഇപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ പറയുന്ന സംഭവങ്ങളെല്ലാം പ്ലസ് ആവും. ദെൻ ദ ഇക്വേഷൻ വിൽ ബി P is equal to C minus S0 പ്ലസ് K ഇൻറ്റു ഇ റൈസ് ടു മൈനസ് RT. ഇത് രണ്ടെണ്ണമാണ് ഇക്വേഷൻസ്. ഇത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, എങ്ങനെയാണ് ഈ പുട്ട് കോൾ പാരിറ്റി വരുന്നതെന്ന് പറഞ്ഞാൽ, ഈ യൂറോപ്യൻ കോൾ ഓപ്ഷൻസും പുട്ട് ഓപ്ഷൻസും അക്കോർഡിംഗ് ടു ബ്ലാക്ക്-സ്കോൾസ് ഓപ്ഷൻ പ്രൈസിങ് മോഡൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിൻ്റെ ഒരു 3-4 ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഫാക്ടേഴ്സാണ് നമ്മൾ ഈ കാണുന്ന ഈ പറയുന്ന ഫാക്ടേഴ്സ്. അതായത് കറണ്ട് പ്രൈസ്, സ്റ്റോക്കിൻ്റെ അണ്ടർലൈങ് അസറ്റ് ആകുമ്പോൾ അതിൻ്റെ കറണ്ട് പ്രൈസ്, ദെൻ അതിൻ്റെ എക്സൈസ് പ്രൈസ് വിച്ച് ഇസ് മെൻഷൻഡ് ഇൻ ദി ഓപ്ഷൻ, റിസ്ക് ഫ്രീ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ടൈം ടു എക്സ്പയറി. ഇതിൽ ഈ സ്ട്രൈക്ക് പ്രൈസും എക്സ്പയറി ഡേറ്റും സെയിം തന്നെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഏതെങ്കിലും ഒരെണ്ണം കിട്ടിയാൽ മറ്റേത് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോയിൽ നമുക്ക് ഉള്ള പ്രോബ്ലത്തിൻ്റേത് ജസ്റ്റ് നമുക്ക് ആ വാല്യൂസ് ഒന്ന് നോക്കാം. ഇറ്റ് വാസ് S0 കറണ്ട് സ്റ്റോക്ക് പ്രൈസ് 20 രൂപ, എക്സൈസ് പ്രൈസും 20 രൂപ, അതിൽ K ഇൻറ്റു ഇ റൈസ് ടു മൈനസ് RT ഓൾറെഡി നമ്മൾ സോൾവ് ചെയ്തിരുന്നത് 19.41 എന്നാണ് ഉണ്ടായിരുന്നത്. അതിൽ കോൾ ഓപ്ഷൻ നമ്മൾ ആ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ 1.88 ആണ്. അപ്പോൾ പുട്ട് ഓപ്ഷനിൽ ഈ ഒരു ഇക്വേഷൻ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ അതിൻ്റെ ആൻസർ ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കാം. നമുക്ക് നേരത്തെ ആ പ്രോബ്ലത്തിൽ കിട്ടിയത് 1.29 എന്നാണ്. ഈ ഇക്വേഷനിലും ഇത് അപ്ലൈ ചെയ്താൽ നമുക്കത് കിട്ടുമെന്ന് നോക്കാം. സോ പുട്ട് ഓപ്ഷൻ്റെ ഫോർമുല C മൈനസ് S0 പ്ലസ് K ഇൻറ്റു ഇ റൈസ് ടു മൈനസ് RT ഈസ് ഈക്വൽ ടു കോൾ ഓപ്ഷൻ്റേത് 1.88 മൈനസ് S0 20 പ്ലസ് K ഇൻ ഇ റൈസ് ടു മൈനസ് RT എന്നുള്ളത് നമ്മളിവിടെ സോൾവ് ചെയ്തിട്ടുണ്ട് 19.41, വിച്ച് ഗിവ്സ്, നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദി എക്സാക്റ്റ് വാല്യൂ. ഇതിനാണ് പുട്ട് കോൾ പാരിറ്റി മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷൻ്റെയും പ്രൈസ് നോക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം കണ്ടുപിടിച്ചിട്ട് ഈ പുട്ട് കോൾ പാരിറ്റി നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ you can find it easily without actually doing the entire equation for the other thing.